സത്യം പറയാലോ, എനിക്ക് ഞാൻ BTS കേട്ടില്ല വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹുക്സ് ആയിട്ട് വരുന്നത്. നല്ല രസമുണ്ട്. Can't lie. Jimin's vocals is so heavenly. Like ഈ സോങ് കേട്ട് ഞാൻ ഇവരായിട്ട് ലവിലായിട്ട് ആകാത്ത ലൈക്ക് മാൻ ലിറിക്സ് ആയിക്കോട്ടെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ലൈക്ക് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് പുതിയ റിയാക്ഷൻ ഗൈസ്. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് BTS ആണ്. BTSന്റെ പൈഡ് പൈപ്പർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ പൈഡ് പൈപ്പർ തന്നെയാണ് തോന്നി പറയുന്നത്. പൈഡാണോ പീഡാണോ? പൈഡ് പൈപ്പർ ഞാൻ തോന്നുന്നു പറയുന്നത്. സോ അതിന്റെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. സോ ഇതിന് ഒഫീഷ്യൽ MV ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു ഫാൻ മെയ്ഡ് എഡിറ്റിന്റെ ഒരു വീഡിയോ ആണ്, സബ്ടൈറ്റിൽസും ഉണ്ട്. സോ അതാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ബൈ ദ വേ ഞാനൊന്ന് നമ്മളിതൊരു നമ്മളുള്ള ഫോളോവേഴ്സ് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 3.5K എന്താണെന്നല്ലോ. സോ നമ്മൾ ആരും ഇതൊരു ഇന്ററാക്ഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ചെറിയ ഇന്ററാക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് വീഡിയോ എനിക്ക് തോന്നുന്നു മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ഞാൻ ഇൻസ്റ്റ ലൈവ് വരെ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാനെന്റെ ഒരു ഇന്ററാക്ഷന് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും ഇൻസ്റ്റ ID ഫോളോ ചെയ്യാം, ആ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇല്ലെങ്കിൽ നെബിൾ റിയാക്ഷൻ അടിച്ചാൽ എന്റെ പേര് യൂട്യൂബിന്റെ പേര് തന്നെ സ്പേസിൽ അടിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഉടുപ്പ് ഇട്ടിട്ടുള്ള ഒരു DP ആണെന്ന് തോന്നുന്നു. സോ ഫോളോ ചെയ്തെല്ലാം പോയി ഫോളോ ചെയ്യാം. നാളെ വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ലൈവ് വരുന്നതായിരിക്കും ഇൻസ്റ്റയില്. സോ താല്പര്യമുള്ളവര് എനിക്കൊരു കുറച്ച് ഇതിനകത്ത് കണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് കണ്ടിട്ട് ആരെങ്കിലും ഫോളോ ചെയ്തൊരു ഞാനൊരു ഇന്ററാക്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറാം. നമുക്ക് അതിനകത്ത് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ പകുതി ഇപ്പൊ ഇതിനകത്തോട് ചാനലിലുള്ള പകുതി ഫോളോവേഴ്സ് പോലും നമുക്ക് ഇൻസ്റ്റയിലില്ല. സോ അതുകൊണ്ട് ഇതിലും കൂടെ പറഞ്ഞത്. സോ ഒരു 10-20 പേരാണെങ്കിൽ 20 പേരായിട്ടാണ് നമ്മള് കോൺവെർസേഷൻ ബിൽഡ് നമ്മൾ ജസ്റ്റ് അത്യാവശ്യം പോകും. എന്റെ ചാനലിൽ എന്തെങ്കിലും അതിനെ പറ്റി അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരുന്ന റിയാക്ഷനെ പറ്റി അറിയാനാണെങ്കിൽ എന്തുവാണെങ്കിലും നിങ്ങൾ അവിടെ വന്ന് അപ്പം ഫ്രൈഡേ വൈകിട്ട് 8 മണിക്കായിരിക്കും ഓൾമോസ്റ്റ്. ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ. ഞാൻ ഈ വീഡിയോ എടുത്ത ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ വൈകിട്ട് ആയിരിക്കും ലൈവ് വരുന്നത്. സോ എന്തായാലും നമുക്ക് ഇനി റിയാക്ഷൻ എടുക്കാം. BTS പൈഡ് പൈപ്പർ MV. ലെറ്റ്സ് ഗോ. BTS പൈഡ് പൈപ്പർ. വീഡിയോ എടുത്തു നോക്കിയാൽ സ്ട്രേറ്റ് ടു ആർമീസ് ലിറിക്സ് പറയുന്നത്. ആറാമിന്റെ ഭാഗമായാലും പറയുന്നത് വീഡിയോസ് കാണുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അനലൈസ് ചെയ്യാം. ഇപ്പൊ കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ് അങ്ങനെയൊക്കെ പറയുന്നു. ലൈക്ക് യുവർ പേരൻസ് ആൻഡ് ബോസ് ഹേറ്റ് മീ എന്നൊക്കെ പറയുന്നു. ലൈക്ക് ഒരു ലവിങ് ബട്ട് സ്റ്റിൽ ഒരു വേറെ കൈ കെയറിംഗ് വേയിലാണ് പറയുന്നത്. ലൈക്ക് രണ്ടും ഇൻ ബിറ്റ്വീൻ. ലൈക്ക് നമ്മൾ ഒരു എന്താ പറയാ ഒരു രണ്ടിന്റെ ഇടയിൽ കിടന്ന് സംസാരിക്കുന്ന ലൈക്ക് ഇൻ എ പോസിറ്റീവ് വേ. സോ ഇറ്റ്സ് രസമുണ്ടല്ല. സോ നമുക്ക് കാണാം. അതർ ലെവൽ അടിക്കുന്നത് കേട്ടോ. ഇപ്പൊ ജിമ്മിനായിക്കോട്ടെ, ജിന്നായിക്കോട്ടെ, ജങ്കുക്ക് ആയിക്കോട്ടെ, ഒരു വോക്കൽസ് ഒക്കെ വേറെ ലെവൽ. പിന്നെ ഈ ഹുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഹുക്ക് ചെയ്തില്ലാന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഹുക്ക് ചെയ്തിട്ട് കേട്ടുണ്ട്. കാരണം ഇപ്പൊ ഇൻസ്റ്റ കുറെ പേജസ് പോലെ റീൽസ് എല്ലാം കാണുന്നതുകൊണ്ട് ഈ സോങ് ഈ ഒരു ഭാഗം കേട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പാട്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ നല്ല രസമുള്ള വോക്കൽസ് ഒക്കെ പക്ക കേട്ടോ.
ഹുക്സ് ആയിട്ട് വരുന്നത് നല്ല രസമാണ്. കാരണം ഈ ഹുക്ക് ഇതിന് കേട്ടോണ്ട് ഞാൻ റീൽസിലാന്ന് തോന്നി, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ലൈക്ക് ഇപ്പൊ ഈ ചെടി കേൾക്കുമ്പോൾ ലൈക്ക് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹുക്സ് ഓഫ് ആർ ഓഫ് BTS എന്ന് പറയാലോ. ലൈക്ക് നല്ല രസമുള്ള ഹുക്ക് കേൾക്കാൻ, ലിറിക്കലി ആയിക്കോട്ടെ, ലൈക്ക് വേ ദ കണക്ട് ടു ആർമീസ് ഇസ് ഇൻക്രെഡിബിൾ ആട്ടോ. ലൈക്ക് ആ ആർമീസിന്റെ കണക്ഷൻ ആയിക്കോട്ടെ, ഇറ്റ്സ് സംതിങ് എൽസ്. ഞാൻ ഇതിനും പറഞ്ഞിട്ടുണ്ട് ലൈക്ക് BTS ആർമീസിന്റെ കണക്ഷൻ ഉണ്ട്, ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ് ആട്ടോ. ലൈക്ക് ഒരു എന്താ പറയാ, ഭയങ്കര അഡോറബിൾ ഒരു കണക്ഷൻ ആട്ടോ അത്. ലൈക്ക് ഞാൻ പറയാം, വേറെ ഒരു ബാൻഡ് സ്റ്റാൻഡ്, വേറെ ഒരു ആർട്ടിസ്റ്റ് സ്റ്റാൻഡ് ചെയ്യാനും കിട്ടാതെ സംഭവിച്ചു. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഒരു 12 വർഷമായിട്ട് ജസ്റ്റിമൽ സ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ്. ഓൾമോസ്റ്റ് 12 years ആയിട്ട് ജസ്റ്റിമൽ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ കിട്ടാത്തൊരു ഫീൽ, ലൈക്ക് ഓണസ്റ്റ്ലി പറയാം, അവിടെ കിട്ടാത്ത ഫീൽ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. BTS സ്റ്റാൻഡ് ചെയ്യും, BTS ആർമി ആകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽസ് വേറെ. ലൈക്ക് ഐ ലവ് ദ സോ മച്ച്. ഞാൻ പറയാം, വീണ്ടും പറയാം, ലവ് ദ സോ മച്ച്. ഐ ക്യാൻ ഫീൽ ഇറ്റ് ടു. ലൈക്ക് കുറെ പറഞ്ഞു പണ്ടോട്ട് കേൾക്കുന്നവരെ ലൈക്ക് BTS ലൈഫ് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് ലൈക്ക് ഞാനിപ്പോ അവർ സ്റ്റാൻഡ് ചെയ്ത് നോക്കിയപ്പോൾ അവർ ലൈഫിലോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഒരു ഹാപ്പിനെസ് ആണെങ്കിലും എല്ലാ എവ്രി വേ ബ്രിങ്സ് ജോയ് ടു യുവർ ഫേസസ്. സോ ഗ്രേറ്റ് കേട്ടോ. Can't lie, Jimin's vocals is so heavenly. ഞാൻ സീരിയസ്ലി പറയുക, ജിമ്മിന്റെ വോക്കൽസ് സോ ഹെവൻലി, മീൻസ് ലൈക്ക് സോ ഹെവൻലി. ലൈക്ക് എനിക്കറിയത്തില്ല എന്താ ലൈക്ക് മോച്ചിയുടെ വോക്കൽസ് ഇത്ര ഒരു ഹെവൻലി വോക്കൽസ് ആക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ലൈക്ക് അവന്റെ ഒരു വോക്കൽസ് ചെറിയൊരു ഫെമൈൻ ഒരു ഇതുണ്ടോന്നുള്ളതുകൊണ്ടാണ് കരുതിയത്. പക്ഷെ ഇറ്റ്സ് സോ ഹെവൻലി. ആ ഫെമൈൻ എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവായിട്ടാ പറയുന്നത് കേട്ടോ. ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ്. ലൈക്ക് ഹിസ് വോക്കൽസ് ഇസ് സംതിങ് മെൻ. ഈ സോങ് കേട്ടോ ഞാൻ ഇവരായിട്ട് ലവിലായിട്ട് ആകാത്ത. ലൈക്ക് മാൻ ലൈക്ക് ലിറിക്സ് ആയിക്കോട്ടെ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ലൈക്ക് എനിക്കിപ്പോ ഐ കാൻ ലിവ് വിത്തൗട്ട് യു ഗൈസ് എന്നൊക്കെ പറയുന്നതാണെങ്കിലും ലൈക്ക് സോ ക്യൂട്ട് ആൻഡ് അഡോറബിൾ അറ്റ് ദ സെയിം ടൈം. കാരണം അവർ പറയുന്ന ലിറിക്സ് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. എസ്പെഷ്യലി ആസ് എൻ ആർമി ടു ലൈക്ക് ഇറ്റ് ഫീൽസ് സോ ഡിഫറെന്റ്. മാൻ ഇറ്റ്സ് സോ ഇൻസൈൻ. വൺ സൈഡ് അവർ പറയുന്നത് ലൈക്ക് പഠിക്കാൻ പറ്റുന്ന, അതർ സൈഡ് അവർ ലൈക്ക് സ്റ്റേ ഓൺ വിത്ത് അസ് എന്നും പറയുന്നുണ്ട്. സോ ഇൻസൈൻ. Pied Piper by BTS, another banger song for sure. Like ലിറിക്സ് ആയിക്കോട്ടെ, എവരിത്തിങ്. എനിക്ക് ലിറിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് രണ്ട് കൈൻഡ് ട്രാക്ക് നിൽക്കുന്നു. ഒന്ന് പറയുന്നതാണെങ്കിൽ ലൈക്ക് ഇതെല്ലാം മാറ്റി വെച്ച് പിന്നെ ലൈക്ക് വീഡിയോസ് ആണ് ഇതെല്ലാം പിന്നെ ചെയ്യാം, ഇപ്പം പഠിക്കുക അങ്ങനെ ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ലൈക്ക് സ്റ്റേ വിത്ത് അസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കൺസെപ്റ്റ് ഫ്ലൂട്ടിനെ പറ്റി കുറെ ഒരു സിഗ്നിഫൈ ചെയ്ത് കുറെ പറയുന്നുണ്ട്. പിന്നെ ഫ്ലൂട്ടിനെ പറ്റി ഒരു എന്തോ ഉദ്ദേശം ഫോളോ ദ ഫ്ലൂട്ട് സൗണ്ട് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്കൊരു ഇത് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്കൊരു എന്തോ അയച്ചു തന്നായിരുന്നു. പക്ഷേ ഞാനത് എന്തുവാന്ന് മറന്നുപോയി, എന്തോ ഫ്ലൂട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഉദ്ദേശിച്ചത്. സോ അറിയാവുന്ന ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. ദ വോക്കൽസ് ഇൻ ദ സോങ് വാസ് സോ ഗുഡ് ആട്ടോ. ടു ബി ഓൺസ്റ്റ് പറയാൻ നല്ല രസമുള്ള വോക്കൽസ് ആയിരുന്നു ഇതിനകത്താണെങ്കിലും. സോ ഇതായിരുന്നു റിയാക്ഷൻ. സോ വീണ്ടും മറക്കണ്ട, ഞാൻ ലൈവ് വരുന്നതായിരിക്കും ഇൻസ്റ്റയിൽ നാളെ ഫ്രൈഡേ 8 മണിക്ക് രാത്രി. സോ വരാൻ താല്പര്യമുള്ള താഴെ എന്തായാലും യെസ് എന്നിട്ടേക്കാം. യെസ് പർപ്പിൾ ഹാർട്ട് യെസ് ഇട്ടേക്കാൻ താല്പര്യം. എത്ര പേര് വരുമെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. സോ ഇതായിരുന്നു റിയാക്ഷൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഫോർ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. പീസ്.